കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേയിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, സൺഡേ മാർക്കറ്റ്. അപ്പോൾ നമ്മളിന്ന് മാർക്കറ്റിൽ പോയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ. നമ്മൾ വൈകുന്നേരമാണ് മാർക്കറ്റിലേക്ക് പോയത്. അപ്പം ഉച്ചവരെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചെറിയൊരു മഴ പെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് സാധനമൊക്കെ വാങ്ങി നമ്മൾ പോരാൻ നേരമായപ്പോഴത്തേക്കിന് വീണ്ടും നല്ല മഴ തുടങ്ങി കേട്ടോ. കുറച്ച് ദിവസം ഇവിടെ മഴയെല്ലാം കുറഞ്ഞ് നല്ല വെയിലായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇന്ന് തൊട്ട് ഇവിടെ നന്നായിട്ടൊരു മഴയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സാധനമൊക്കെ മേടിച്ച് നമ്മൾ മാർക്കറ്റിനകത്തോടെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കാണാൻ. അത് ഇലകളാട്ടോ, പുതിനയില, പാലക്ക് ചീര, ഉലുവ ചീര, അങ്ങനത്തെ ഇലകളൊക്കെ ആട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. അതെല്ലാം ഇങ്ങനെ ഓരോ കെട്ടിന് 20-30 രൂപ അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി നമ്മളിതാ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നമ്മൾ പോയിട്ടോ. പിന്നെ പോകുന്ന എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയായിരിക്കും. നമ്മുടെ ഈ മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ആ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കർണാടകത്തിലുള്ള മാർക്കറ്റാണെന്ന് അറിയാമല്ലോ, ചില കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ കർണാടകത്തിൽ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ മാർക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് കർണാടകത്തിലാണ്. അപ്പോൾ നമ്മുടെ കാർവാറിലെ സൺഡേ മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ഒരു ചേട്ടൻ ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെയൊക്കെ കടയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ. നമുക്ക് സാധനം ഒന്നും വാങ്ങാൻ തോന്നിയില്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെല്ലാം കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ സവോള മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ശാമിക നമ്മളെ കൊണ്ട് എടുപ്പിക്കത്തില്ല, അവൾക്ക് തന്നെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ശാമികയുടെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വീഡിയോയും പിടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം മാർക്കറ്റിലൊക്കെ പോയാലും ഞാൻ നന്നായിട്ട് ഇങ്ങനെ സാധനം എടുക്കുന്നതിൽ നന്നായിട്ട് ശാമികയുടെ അച്ഛനെല്ലാം നന്നായിട്ട് തിരഞ്ഞെടുത്ത് കേടൊക്കെ നോക്കി നന്നായിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു കടയിൽ കയറി കേട്ടോ. ഈ കടയിൽ ഇങ്ങനെ കുറേ പൊരികളൊക്കെ ഇല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആ സൈസ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ചോളം മേടിച്ചു കേട്ടോ, ഉണക്കച്ചോളവേ, കോൺ മേടിച്ചേ. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പോപ്കോൺ ആക്കി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കൂടെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി പച്ചമുളകും നാരങ്ങയാണ് ഇരിക്കുന്നത്. അതിനെല്ലാം 10 രൂപയാട്ടോ. ആ ഒരു പാത്രത്തിനകത്തിട്ട് വെച്ചിരിക്കുന്നതിനെല്ലാം 10 രൂപയാണ്. പിന്നെ ഞങ്ങൾ പച്ചമുളക് വാങ്ങി കേട്ടോ. 10 രൂപയുടെ പച്ചമുളക് വാങ്ങി. കുറേ ഉണ്ട് കേട്ടോ 10 രൂപയുടെ പച്ചമുളക് എന്ന് പറയുമ്പം. അപ്പോൾ അങ്ങനെ പച്ചമുളകും ഒക്കെ വാങ്ങി. പിന്നെ പഴം മേടിക്കാൻ വേണ്ടി കടയിൽ കയറി കേട്ടോ. പഴം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. റോബസ്റ്റോ പഴമാണ് മേടിക്കുന്നത്. അപ്പം പച്ച കളറിലെ റോബസ്റ്റോ പഴമുണ്ട്, പിന്നെ മഞ്ഞ കളറിലെ റോബസ്റ്റോ പഴമുണ്ട് കേട്ടോ. നമ്മൾ പച്ച കളറിലെ റോബസ്റ്റോ പഴം കേട്ടോ വാങ്ങിയത്. അപ്പം പഴമൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളുടെ സ്ഥിരം പുറത്ത് പോയി കഴിയുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ള നമ്മുടെ ശാമികയുടെ ഫേവറേറ്റ് കരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് കയറി. അപ്പം മഴ ആ സമയത്ത് പെയ്ത് കുറഞ്ഞു കേട്ടോ. അന്നേരം മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചെറിയ തണുപ്പൊക്കെ ആയി. എന്നിട്ടും വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ തേങ്ങാ വെള്ളം കരിക്ക് വെള്ളമൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നേ. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് മഴയൊക്കെ അല്ലായിരുന്നോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പോപ്കോൺ അപ്പം തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി പച്ചക്കറികളൊക്കെ ഒന്നും എടുത്ത് വെച്ചില്ല. പച്ചക്കറിയൊക്കെ അതുപോലെ തന്നെ കവറിനകത്തുനിന്ന് എടുത്ത് വെളിയിലാക്കി വെച്ചേക്കുവാണേ. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കറക്റ്റ് സ്ഥലത്തൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ.
എന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വന്നപ്പോഴത്തേക്കിന് നല്ല കട്ടൻ കാപ്പിയാണ് ഇട്ട് കുടിക്കുന്നത്. ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയൊക്കെ അല്ലായിരുന്നു. അപ്പം കുറച്ച് കട്ടൻ കാപ്പി കുറച്ച് പോപ്കോണൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോപ്കോണൊക്കെ ഉണ്ടാക്കുവാണേ. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ചോളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ പോപ്കോണൊക്കെ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പോപ്കോണൊക്കെ പൊട്ടി എനിക്കിത് ഇഷ്ടമാട്ടോ. അതിങ്ങനെ പൊട്ടുന്ന കാണാൻ നല്ല രസമാണ്. ഇടയ്ക്കെങ്ങാനും അതൊന്ന് തുറന്ന് നോക്കിയാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ കാപ്പി കേട്ടോ. ചായയല്ലേ, കാപ്പിയാണ്. നല്ല കട്ടൻ കാപ്പിയാണ്, കടുങ്കാപ്പിയാണ്. കടുങ്കാപ്പിയിൽ മറ്റേ ചുക്കും ഏലക്കായും എല്ലാം കൂടെ ഇട്ടുണ്ടാക്കിയ കാപ്പി കേട്ടോ. അതെല്ലാം നേരത്തെ തയ്യാറാക്കി കാപ്പിപ്പൊടിക്കകത്തേക്ക് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ചുക്കുമൊക്കെ പൊടിച്ചിട്ട കാപ്പിപ്പൊടിയായിരുന്നു കേട്ടോ. അപ്പം കാപ്പിപ്പൊടി കാപ്പിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ഷാമിക കേട്ടോ കാപ്പി കുടിക്കുന്നത്. ഷാമിക കാപ്പി കുടിക്കുന്നില്ല, പോപ്കോൺ മാത്രം തിന്നുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ പോപ്കോണും ചായയൊക്കെ കുടിക്കുക കേട്ടോ. ഞാൻ മാത്രം കേട്ടോ കാപ്പി കുടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോയെ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് നല്ല പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.